ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് സ്റ്റോറി ഉണ്ടായിട്ട് പോവാം. ടൈറ്റൽസ് മാഫിയ മാമ. ഓക്കെ, பிடிஎஸ் എപ്പോൾ മാതിരി എപ്പോൾ മാതിരി ഒരു കേപ്പോപ്പ് ആടലാണ് സീക്രട്ട് മാഫിയാണ്. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് ഹീറോയിൻ എൻട്രി. ഹീറോ ക്യൂട്ടായ സ്വീറ്റ് ഗേളാണ്, ഇന്ത്യ ഗേൾ. ഹീറോയ്ക്ക് പിടിഎസ് മെമ്പർ ഒത്തിരി ഇഷ്ടമാണ്, ഒരു ക്രഷാണ്. അവരുടെ മാമ എന്ന് വിളിക്കുക. അവൾക്ക് അമ്മ വിളിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ആ എന്ത് പറ്റി? ആ പ്രിയ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്തിനാ നീ ആഴ്ച ഉണ്ടാക്കുന്ന പ്രിയ എന്ന് റോസ് ചോദിച്ചു. അത് റോസ്, എനിക്ക് കൊറിയക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ടോടി. എങ്ങനെയാടി കൊറിയക്ക് പോകാൻ പറ്റൂടി? നിനക്കറിയില്ലേ? അയ്യോ, അറിഞ്ഞൊക്കെ മച്ചേ, നമുക്ക് കൊറിയക്ക് പോവാം. അത് റോസി പറയാം, അടിപ്പാവി കൊറിയക്കാ? എടി, അമ്മ അറിഞ്ഞ വാക്കി വെക്കില്ലടി, കൊറിയക്ക് വേണ്ട. പറഞ്ഞു കേൾക്ക് റോസി, പ്ലീസ് ഡി, എനിക്ക് പിടിഎസ് മെമ്പറെ കാണുന്നു ഭയങ്കര ആഗ്രഹം മച്ച്, പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ട് ഫ്രണ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുമാത്രമല്ല പ്രിയം നല്ല സാധാരണ കുട്ടിയല്ല. അതുമാത്രമല്ല അവളെ ഡാഡിക്ക് പ്രിയ വന്ന ഒത്തിരി ഇഷ്ടമാണ്. ഒരു മാഫിയ മാതിരി, നല്ല മാഫിയ അല്ല, ഒരു റൗഡി മാതിരി. അത് ഹീറോയിൻ ഡാഡി ഒരു ബിസിനസ് മാൻ. അതുമാത്രമല്ല എല്ലാവർക്കും സഹായം ചെയ്യും. അതുകൊണ്ട് നല്ല മനസ്സാണ്. ഹീറോയിൻ്റെ അച്ഛൻ പറയാം, ഞാൻ അച്ഛനോട് പറഞ്ഞു വരാം, പ്ലീസ് നീ വാ. അങ്ങനെ റോസി വിളിച്ചോണ്ട് പോയി. ന്യൂസ് പത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. ആരാ ഇത്, പ്രിയാണോ? അത് അച്ഛാ, എനിക്ക് കൊറിയക്ക് പോകണം. അമ്മക്ക് ഷോക്ക്. അമ്മക്ക് ചില ഫുഡ് ഇത് കേട്ട് അമ്മ കരണ്ടി എടുത്തോണ്ട് വന്ന് തയ്ക്കാന്ന്. എടക്കടി പോന്ന് കൊറിയക്ക് അമ്മ. 25 മണിക്കൂറോ പിടിഎസ് പറഞ്ഞ് അവരെ മാമ വിളിച്ച്. എന്തടി നിന്റെ മാവാണോ? ഇല്ല പ്ലീസ് മമ്മി എന്ന് സാഡായി. ഇത് കണ്ട് ഹീറോയിൻ്റെ അച്ഛനക്ക് സാഡായി. ശരിമ്മ, നീ കൊറിയക്ക് പോവും. പ്രിയ, എന്താ അച്ഛാ? ഞാനും കൂടെ വരാം. ഇതേട്ട് ഹീറോയിൻ ഷാക്ക്. അച്ഛാ, അത് ഞാനും വരാം കൊറിയക്ക്. അച്ഛാ നിങ്ങൾ അതെ മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ടോ? ഞാൻ കൊറിയക്ക് പോകുന്നുണ്ട്. എനിക്ക് മോൾ എൻ്റെ കൂടെ വാ. അച്ഛാ, നീ വരുന്നുണ്ടോ? അതെ, ഞാൻ മാത്രമല്ല എൻ്റെ അമ്മ ഇവിടെ വരാം. അമ്മ വരുമോ അച്ഛാ? അതെ, കുറച്ച് ട്രിപ്പ് പോവാം. അച്ഛൻ പറഞ്ഞു. അമ്മ കൂടെ കണ്ടിട്ട് വരും. നമുക്ക് കൊറിയക്ക് പോയി ട്രിപ്പ് പോയിട്ട് വരാം, അച്ഛൻ പറഞ്ഞു. ഹീറോയ്ക്ക് സന്തോഷമായി. അച്ഛാ, ഇപ്പോൾ റോസി വരില്ല. റോസി അച്ഛനെ കോൾ ചെയ്ത്, റോസി മാത്രമല്ല നിങ്ങൾ എല്ലാവരും വരുന്നു, ഹീറോയിൻ ഫ്രണ്ടിനോട് പറഞ്ഞു. എല്ലാവർക്കും ഡാഡിക്ക് ഫോൺ ചെയ്തു. മച്ചാ, എന്തടാ? ഇല്ലടാ, ഞാൻ ട്രിപ്പ് പോവാം, നിങ്ങൾ കൂടെ പാടാ, ഒരു പ്രീ ട്രിപ്പ് പോയാൽ എനിക്ക്. ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഓക്കെ. ഹീറോ എങ്ങനെ ഫ്രണ്ട്, അതേമാതിരി ഹീറോയിൻ്റെ അച്ഛനും ഇങ്ങനെ ഓരോ ഫ്രണ്ട്സാണ്. ഓക്കെ, പിന്നെ ഹീറോയിൻ്റെ റോസിൻ്റെ അച്ഛൻ പാക്ക് ചെയ്ത് റോസി നമ്മളോട് പറയാൻ തുടങ്ങി. എടീ, നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ, നമുക്ക് ട്രിപ്പ് പോവാം. അത് മുമ്പ് അങ്ങനെ പറഞ്ഞായിരുന്നു. റോസിൻ്റെ അമ്മ ഓക്കെ. റോസിന് വരെ പറയുന്നു. റോസിന് വീട്ടിലേക്ക് പോയി. പിന്നെ റോസിയും പിന്നെ എല്ലാവരും പാക്ക് ചെയ്തായിരുന്നു. അതുമാത്രം ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനക്ക് നല്ല വർക്കായിരുന്നു. അർജുൻ സ്കൂൾ എടിക്കടാ. ഇനി അമ്മ തല്ലുന്ന. പാക്ക് ചെയ്ത് നമുക്ക് കൊറിയക്ക് പോകണം. കൊറിയക്കാ? അയ്യോ, അവിടെ ഫിഗർ ക്യൂട്ടായി ഗേൾസ് എല്ലാം ഉണ്ടാവില്ല. കറക്റ്റ് ചെയ്യാം. ശരി അമ്മ, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. അവിടെ തണുപ്പെല്ലാം ഉണ്ടോ? എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ പറഞ്ഞ അച്ഛൻ അമ്മയും പറഞ്ഞു പാക്ക് ചെയ്തു. അവൻ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എയർപോർട്ടിലേക്ക് വന്നു. എല്ലാവരും എയർപോർട്ടിലേക്ക് പോയി. നൈറ്റായിരുന്നു, എല്ലാ എയർപോർട്ടിലായിരുന്നു. എന്താടാ? ഒന്നുമില്ലടാ, അതില്ല, നമുക്കിപ്പോൾ ഡൽഹിക്ക് പോവാം. ഡൽഹിക്കാ? അതെ ഡൽഹിക്ക് പോവാം. അങ്ങനെ എല്ലാവരും ഡൽഹിക്ക് പോയി. അങ്ങനെ ഡൽഹിയിൽ പോയി റെസ്റ്റ് എടുക്കാം, നമുക്ക് പോവാം എന്നെ റെസ്റ്റ് എടുത്ത് ഡൽഹിയിൽ പറഞ്ഞ ഹോട്ടൽ. അതെ, ഡൽഹിയിൽ റെസ്റ്റ് അവിടുന്ന് ഫ്ലൈറ്റ് കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി. എല്ലാവരും അർജുൻ പറയാം, പ്രിയ. എന്താടാ അർജുൻ? റോസി, എന്താടാ? അല്ല റോസി, നമ്മൾ എന്നൊരാളാണല്ലോ റോസി.
ഇങ്ങനെ ഒരു തല്ല് വെച്ചു. ആ കീർത്തി നീ ഇവിടെ ഉണ്ടോ? ആ എൻ്റെ അച്ഛൻ കോളിന് കീർത്തിൻ്റെ അച്ഛൻ വന്നായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. റോസി, പ്രിയ, കീർത്തി, അർജുൻ. വാവടാ ഉണ്ടാതിരുന്നോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് അവിടെ സംസാരിക്കുക. ഹീറോയിൻ അച്ഛനും അമ്മയും അവിടെ സംസാരിക്കായിരുന്നു. എസ്കിമി മാം, അർജുൻ വിളിച്ചു. എന്ത് വേണം സാർ? ഇവിടെ ഐസ്ക്രീം ഉണ്ടോ? യെസ് മാം, ഐസ്ക്രീം ഉണ്ടോ? മാം ഐസ്ക്രീം ഉണ്ടോ? ഏത് ഫ്ലേവർ വേണം എന്ന് ചോദിച്ചു. അർജുനക്ക് വീട് വാടിപ്പോയി. സാർ നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണോ? ഇവിടെ വെനില ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ വേണം ഞാൻ ഹീറോയിൻ പറഞ്ഞു. അർജുനക്ക് വീട് വാടിപ്പോയി. അതുമാത്രമല്ല സ്ട്രോബെറി ഫ്ലേവർ, ഒരു ചോക്ലേറ്റ് ഫ്ലേവർ. അതെ 3 യൂട്ടിൽ ഉള്ള ഐസ്ക്രീം മതി എന്ന് ഹീറോയിൻ പറഞ്ഞു. അത് കേട്ട് അവരും ഓക്കെ പറഞ്ഞു. അർജുൻ അങ്ങനെ 3 ഐസ്ക്രീം ഒരു പാത്രം കൊണ്ടുവരും. അങ്ങനെ പാത്രം കൊണ്ടുവന്നു. അതിന് ഒരു പാത്രം കൊണ്ടുവന്നു. ഒരു ഐസ്ക്രീം ഹീറോയിന് കൊണ്ടുവരാൻ പറഞ്ഞു. ഹീറോയിൻ എല്ലാ ഐസ്ക്രീം മിക്സ് ചെയ്തു, പാതി മിക്സ് ചെയ്തു. എന്നാൽ അർജുൻ നീ കഴിച്ചോ, ഡാൻസ് ബി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീം കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എല്ലാവരും ഉറക്കമായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ വന്നു. ഇവളോ ഉറക്കാ? എടി എല്ലാം കെട്ടിവിട്ട് ഉറക്കുക, എല്ലാം ഉറക്കുക. എടി എന്താ പറ്റി? എത്തി പോവണ്ടേ, ഇറങ്ങാ. ശരി അച്ഛാ. അർജുൻ എല്ലാ പാക്കിങ് എടുത്തോ. ശരി അങ്കിൾ. മോളെ ബാഗ് എവിടെ? അച്ഛാ അതിവിടെ ഉണ്ട്, എടുത്തോ. റോസി, കീർത്തി എല്ലാ ബാഗ് എടുത്തോ. അർജുൻ വേഗമാ. ശരി അങ്കിൾ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും എയർപോർട്ടിൽ ഇറങ്ങി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അതെ നന്നായിട്ടുണ്ട് അർജുൻ. അതെ നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടോ? അർജുൻ പറഞ്ഞു. നന്നായിട്ടുണ്ടടി പ്രിയ. പ്രിയ പറയാൻ തുടങ്ങി. അർജുൻ നമുക്കിവിടെ ബീച്ചിക്കെല്ലാം പോകണം, ബാ നമ്മൾ ഹോട്ടലിലേക്ക് പോവാം. എല്ലാവരും ഹോട്ടലിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാം അവിടെ ഇരുന്നു ഹോട്ടലിൽ. അമ്മ അച്ഛൻ പറയാൻ തുടങ്ങി. അമ്മമാരും പറയാൻ തുടങ്ങി. ബോയ്സ് എല്ലാം ഹീറോയിൻ ഡാഡി എല്ലാം ഫ്രണ്ട്സ് ഡാഡിയെല്ലാം പുറത്ത് പോയി.